AWSൻ്റെ അകത്തുള്ള IAM എന്ന് പറഞ്ഞൊരു സർവീസ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സെർച്ച് പോയിട്ട് ഒന്നുകിൽ നമുക്ക് IAM എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ റീസെൻ്റ്ലി യൂസ് ചെയ്ത സാധനമാണ് നമുക്ക് ഇതിൻ്റെ ഈ ഡാഷ്ബോർഡിൽ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ IAMൻ്റെ മുകളിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് IAM ഡാഷ്ബോർഡ് ലോഡായിട്ട് വരും. അപ്പോൾ നമ്മളൊരു റൂട്ട് യൂസർ ആവുന്ന കേസിൽ നമ്മൾ MFA സംഭവം നമ്മൾ എനേബിൾ ചെയ്ത് വെക്കണം. അതായത് മൾട്ടി ഫാക്ടർ ഓതൻറ്റിക്കേഷൻ എന്ന് പറഞ്ഞ സംഭവം നമ്മൾ എനേബിൾ ചെയ്ത് വെക്കണം, കാരണം അത് സെക്യൂരിറ്റി പർപ്പസാണ്. അപ്പോൾ നമുക്ക് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും യൂസർ ഗ്രൂപ്പ്സ് ഉണ്ട്, യൂസേഴ്സ് ഉണ്ട്, റോൾസ് ഉണ്ട്, പോളിസീസ് ഉണ്ട്. അപ്പോൾ യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ നിലവിലുള്ള എത്ര യൂസേഴ്സ് ഉണ്ടെന്നുള്ളതാണ് ലിസ്റ്റ് ചെയ്യുന്നത്. റോൾസ് എന്ന് പറയുന്നത് അഡ്മിൻ റോളാണോ അല്ലെങ്കിൽ സാധാരണ നോർമൽ യൂസർ റോളാണോ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യുന്നത്. പോളിസീസ് എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഒരു സെറ്റ് ഓഫ് ഗ്രൂപ്പ് ഉണ്ട്, അവർക്ക് കോമൺ ആയിട്ട് എന്തെങ്കിലും റൂൾസോ കാര്യങ്ങളോ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളിപ്പോൾ ഒരു ഫയലുണ്ട്, ആ ഫയലിൽ നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പിന് റീഡ് ചെയ്യാനുള്ള പെർമിഷനേ ഉള്ളൂ, അത് മോഡിഫൈ ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പോളിസി സെറ്റ് ചെയ്തിട്ട് ആ ഗ്രൂപ്പിലുള്ള എല്ലാ മെമ്പേഴ്സിലേക്കും ആഡ് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പോളിസി എല്ലാവർക്കും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്കൊരു പുതിയ യൂസറെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ പോയി കഴിഞ്ഞാൽ യൂസേഴ്സിനെ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് നിലവിലുള്ള യൂസേഴ്സിന് നമുക്ക് പുതിയ യൂസേഴ്സിന് ഇവിടെ ക്രിയേറ്റ് യൂസറിന് ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ IAMൻ്റെ കേസിൽ വരുന്നത്. ഐഡൻറ്റിറ്റി ആൻഡ് ആക്സസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു സെക്യൂരിറ്റി സൈഡായിട്ട് വരുന്നതാണ്. ആർക്കെല്ലാം പെർമിഷൻസ് കൊടുക്കാം, ആരെല്ലാം യൂസ് ചെയ്യാം, ആർക്കെല്ലാം പെർമിഷൻസ് ഡിനൈ ചെയ്യാം, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഈ IAM എന്ന് പറഞ്ഞ സംഭവത്തിലാണ്, ഐഡൻറ്റിറ്റി ആൻഡ് ആക്സസ് മാനേജ്മെൻറ്റ്. അത് ഓരോ ക്ലൗഡ് സർവീസ് മാറുന്നതിനനുസരിച്ച് ഇതിൻ്റെ പേര് നമുക്ക് മാറും. ഇപ്പോൾ എഷ്യൂറിൻ്റെ കേസിലാണെങ്കിൽ എഷ്യൂർ AD എന്ന് പറഞ്ഞ പേരിലാണ് അറിയപ്പെടുന്നത്. അതേപോലെ തന്നെ അലിബാബേൻ്റെ കേസിൽ റിസോഴ്സ് ആക്സസ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അത് ഓരോ ക്ലൗഡ് പ്രൊവൈഡേഴ്സിനനുസരിച്ചിട്ട് ഈ പേര് മാറും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് IAM എന്ന് പറഞ്ഞ പേരിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മൾ ഫസ്റ്റ് ടൈം നമ്മൾ AWS നമ്മൾ മെയിൽ ID എല്ലാം വെച്ചിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ വേറൊരു കാര്യം സെറ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരെ ഈ റൈറ്റ് സൈഡ് ടോപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ബില്ലിംഗ് ആൻഡ് കോസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമുക്ക് താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബഡ്ജറ്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ബഡ്ജറ്റ്സ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പുതിയൊരു ബഡ്ജറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാണ് നമ്മൾ ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം എന്താണെന്നുള്ളത് നിങ്ങൾ വിചാരിക്കും. ഈ ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ AWS എന്ന് പറയുന്നത് ഒരു ഫ്രീ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ പെയ്ഡ് സർവീസസും കുറേ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഏകദേശം 200+ സർവീസസ് ഉണ്ടെന്നാണ് പറയുന്നത് AWSൻ്റെ അകത്ത്. അപ്പം നമുക്ക് പൈസ നമുക്ക് ഒരു വിധത്തിലും നമുക്ക് സ്പെൻഡ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നമുക്ക് ഈ ബഡ്ജറ്റ് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. അതായത് 0 സ്പെൻഡ് ബഡ്ജറ്റ്. അതായത് പൈസ എന്തെങ്കിലും ചിലവാകുന്നുണ്ടെങ്കിൽ നമുക്കൊരു നോട്ടിഫിക്കേഷൻ വരുന്ന രീതിയിൽ നമ്മളിത് സെറ്റ് ചെയ്യുന്നതാണ് ഈ ഒരു സംഭവം നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കാണാം യു വിൽ ബി നോട്ടിഫൈഡ് വിയ ഇമെയിൽ വെൻ എനി സ്പെൻഡ് അബോ $0.01. അപ്പോൾ $0.01 മുകളിൽ എന്തെങ്കിലും ഒരു എമൗണ്ട് ഈ നമ്മളെന്തെങ്കിലും ചെയ്യുന്നതിൻ്റെ ബേസിസിൽ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പാട് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ അത് നല്ലൊരു ഫീച്ചറല്ലേ, കാരണം എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും പൈസ നമ്മളെ കയ്യിൽ നിന്ന് എക്സ്ട്രാ ചിലവാകുന്നുണ്ടെങ്കിൽ നമുക്കത് അറിയാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഇതേപോലെ ഈ കാര്യങ്ങളെല്ലാം കൊടുക്കുക, വേറെ ഒന്നും കൊടുക്കാനൊന്നുമില്ല, കാര്യം ബാക്കി ഡീഫോൾട്ടായിട്ട് തന്നെ വരുന്നതാണ്. അപ്പോൾ നമുക്കിപ്പോൾ മന്ത്ലി ബഡ്ജറ്റ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ മന്ത്ലി ക്ലിക്ക് ചെയ്യുക. നമുക്ക് എത്രയാണ് ഡോളർ എത്രയാണെന്നുള്ള, ഇപ്പോൾ $1 മുകളിൽ പോകാൻ പാടില്ല എന്നാണെങ്കിൽ നമുക്കിങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ക്രിയേറ്റ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ ബഡ്ജറ്റ് അവിടെ ക്രിയേറ്റ് ആവും. അപ്പോൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇത് ഞാൻ ഓൾറെഡി ഇതിന് മുന്നേ ക്രിയേറ്റ് ചെയ്തൊരു ബഡ്ജറ്റാണ്. ഇപ്പോൾ ഞാനിവിടെ സെറ്റ് ചെയ്തതെന്ന് വെച്ചാൽ $1 വെച്ചത്. അതായത് ഒരു മാസം $1 മുകളിൽ യൂസ് വരുന്നുണ്ടെങ്കിൽ എനിക്ക് നോട്ടിഫൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ്. ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും എമൗണ്ട് യൂസ് എന്ന് പറഞ്ഞാൽ 0 തന്നെയാണ്, വേറെ എമൗണ്ട് ചിലവായിട്ടൊന്നും കാണുന്നില്ല നമുക്ക്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ഒരു പേടി ഉണ്ടെങ്കിൽ, കാരണം നമ്മളെ ഡെബിറ്റ് കാർഡ് ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ലിങ്ക് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബഡ്ജറ്റ് സെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും എല്ലാ ഡീറ്റെയിൽസും, നമുക്ക് എത്ര മന്ത്ലി എത്ര സ്പെൻഡ് വരുന്നുണ്ട്, എമൗണ്ട് എത്ര സ്പെൻഡ് ആയി, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. AWSൻ്റെ കേസിൽ തന്നെ വരുന്ന വേറെ ഒരു സർവീസാണ് S3 എന്ന് പറഞ്ഞ സർവീസ്. ഈ S3 എന്ന് പറഞ്ഞ സർവീസ് എന്ന് വെച്ചാൽ സ്റ്റോറേജ് സർവീസാണ്. അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് നോക്കാം. അപ്പം ജസ്റ്റ് നമ്മൾ ആമസോണിൽ പോയിട്ട് S3 സർവീസ് എടുക്കുക. ഇവിടെ സെർച്ച് ചെയ്താലും മതി, നമുക്ക് S3 എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്തിട്ട് നമ്മളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു ഇൻ്റർഫേസ് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരിക.
നമുക്ക് ക്രിയേറ്റ് ബക്കറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് ബക്കറ്റിൻ്റെ അടിയിൽ നമുക്ക് താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ബക്കറ്റ് നെയിം കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ പേര് വെച്ചിട്ട് തന്നെ കൊടുക്കുന്നു, AWS ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. അപ്പോൾ താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്ത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ബ്ലോക്ക് പബ്ലിക് ആക്സസ് സെറ്റിംഗ്സ് ഫോർ ദിസ് ബക്കറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ബ്ലോക്ക് ഓൾ പബ്ലിക് ആക്സസ് എന്നിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ എടുക്കുന്നതാണെങ്കിൽ ഒരു ഇമേജ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് നമ്മളിപ്പോൾ ഒരു S3 എന്ന് പറഞ്ഞ ബക്കറ്റിൻ്റെ അകത്ത്, ആ ബക്കറ്റിൻ്റെ അകത്ത് ഒരു ഇമേജ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സംഭവം എനേബിൾ ആയിട്ട് കൊടുക്കുന്നതാണെങ്കിൽ നമുക്കത് വേറെ സ്ഥലത്ത് നമുക്കത് ലോഡ് ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോൾ വേറെ ഒരാൾക്ക് അയച്ചു കൊടുത്താൽ വരെ അവർക്കത് ലോഡ് ചെയ്ത് വരുമല്ലോ. കാരണം എന്ന് വെച്ചാൽ പബ്ലിക് ആക്സസ് ഇത് ബ്ലോക്ക് ആയിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ വെച്ചാൽ അൺടിക്ക് ചെയ്യുക. അൺടിക്ക് ചെയ്തതിന് ശേഷം നമ്മളിത് അക്നോളജ് എന്ന് പറഞ്ഞിട്ട് അത് കൊടുക്കുക. താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ ബാക്കിയെല്ലാം ഡീഫോൾട്ട് ഓപ്ഷൻസ് തന്നെയാണ്, വേറെ ചെയ്യാനില്ല. നമ്മൾ ക്രിയേറ്റ് ബക്കറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് ബക്കറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത സമയത്ത് നമുക്കിവിടെ ഒരു ബക്കറ്റ്, നമുക്ക് 2 ബക്കറ്റ് ഇവിടെ ഓൾറെഡി ഉണ്ട്. ഒരു ബക്കറ്റ് ഓൾറെഡി ഇവിടെ ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഒരു ബക്കറ്റും കൂടി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും അപ്ലോഡ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം, നമുക്കൊരു ഇമേജോ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് അപ്ലോഡ് ചെയ്യാം. അപ്ലോഡിൻ്റെ ഉള്ളിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആഡ് ഫയൽസ് എന്ന ഓപ്ഷൻ്റെ ഉള്ളിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ നമ്മൾ ഈ ഒരു ഇമേജ് നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത് കൊടുത്തു, എന്ന് പറഞ്ഞൊരു ഇമേജ് ഇപ്പോൾ സെലക്ട് ചെയ്ത് കൊടുത്തത്. അതിനുശേഷം നമ്മൾ താഴോട്ടേക്ക് വന്നതിന് ശേഷം നമ്മൾ അപ്ലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ നമുക്കിവിടെ കാണാം അത് അപ്ലോഡ് ആവുന്നുണ്ട്. ആ ഒരു ഇമേജ് അപ്ലോഡ് സക്സീഡ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഈ ഒരു ഇമേജ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ആമസോണിൻ്റെ അകത്ത് പോയിട്ട് S3 എന്ന് പറഞ്ഞൊരു സർവീസ് എടുത്തു. അതിനകത്ത് നമ്മളൊരു ബക്കറ്റ് ക്രിയേറ്റ് ചെയ്തു. ബക്കറ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ബക്കറ്റിൻ്റെ ഉള്ളിലേക്ക് നമ്മളൊരു ഇമേജ് a.jpg എന്ന് പറഞ്ഞൊരു ഇമേജ് നമ്മൾ ആഡ് ചെയ്തു. ഇനി നമ്മൾ ജസ്റ്റ് നമ്മൾ ഈ ഒബ്ജക്റ്റ് URL വെച്ചിട്ട് നമ്മൾ കയറാൻ നോക്കുന്ന സമയത്ത് എറർ മെസ്സേജാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്താ വേണ്ടതെന്ന് വെച്ചാൽ ആ ബക്കറ്റിലേക്ക് തന്നെ നമ്മൾ പിന്നെ ഒന്നുകൂടി പോവാം. ബക്കറ്റിൻ്റെ അകത്ത് പെർമിഷൻസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് തന്നെ കാണാൻ പറ്റും പബ്ലിക് ആക്സസ് ഇപ്പോഴും ഓഫായിട്ട് തന്നെയാണ് കിടക്കുന്നത്. നമ്മളത് അൺടിക്ക് ചെയ്ത് കൊടുത്തിനെങ്കിലും നമുക്കിവിടെ പബ്ലിക് ആക്സസ് ഇപ്പോഴും ഓഫായിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു സംഭവം നമുക്ക് ലോഡ് ആവാണ്ട് നമുക്കൊരു എറർ മെസ്സേജ് ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്താൽ ബക്കറ്റ് പോളിസി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ എഡിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു കോഡ് നമ്മൾ അതിൻ്റെ അകത്തേക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കാനുണ്ട്. ആ കോഡിൻ്റെ അകത്ത് നമ്മളത് പബ്ലിക്കലി അവൈലബിൾ ആയിരിക്കണം എന്നുണ്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ലാസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ ഒരു ബക്കറ്റ് നെയിം എന്ന് പറഞ്ഞ സംഭവം നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് നമ്മളത് എന്താ നമ്മുടെ ബക്കറ്റിൻ്റെ പേരെന്ന് വെച്ചാൽ അത് നമ്മളിവിടെ കൊടുക്കുക. റുജുൽ AWS ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടല്ലേ നമ്മൾ കൊടുത്തത്. അപ്പോൾ ഈ ഒരു പേരിൽ തന്നെ നമ്മൾ ബക്കറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ബാക്കി നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ സേവ് ചേഞ്ചസ് എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി നമുക്ക് പോയിട്ട് ആ സൈറ്റ് പോയിട്ട് നമുക്കൊന്നുകൂടി ലോഡ് ചെയ്ത് നോക്കാം ആ ഇമേജ് ലോഡ് ആവുന്നുണ്ടോ എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഇമേജ് ലോഡ് ആവുന്നുണ്ട്. അപ്പോൾ അതായത് നമ്മളെ ബക്കറ്റ് പോളിസി അനുസരിച്ചിട്ട് അത് പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുണ്ട് ആ ഒരു ഇമേജ്. അപ്പോൾ ഇതായിരിക്കുവാണെങ്കിൽ ഈ ലിങ്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കത് ആക്സസിബിൾ ആവുന്ന രീതിയിൽ നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ള പബ്ലിക്കലി അത് അവൈലബിൾ ആയിരിക്കും. അത് അങ്ങനെ നമ്മളൊരു ബക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതും ബക്കറ്റിൻ്റെ അകത്ത് ഓരോ ഫയൽ അപ്ലോഡ് ചെയ്യുന്നതും അത് പബ്ലിക്കലി അവൈലബിൾ ആക്കി മാറ്റുന്നതും. ഇത് നമുക്കിപ്പോൾ പബ്ലിക്കലി അവൈലബിൾ ആക്കണമെങ്കിൽ നമ്മൾ പെർമിഷൻസിൽ പോയിട്ട് നമുക്ക് ഈ ഒരു സംഭവം പോളിസി നമുക്ക് കളഞ്ഞു കഴിഞ്ഞാൽ അത് പബ്ലിക്കലി അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ വളരെ സിമ്പിളായിട്ട് ഒരു ആമസോണിൻ്റെ S3 സർവീസ് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റോറേജ് സർവീസ്. ഇപ്പോൾ സിമ്പിളായിട്ടുള്ള നമുക്ക് എന്തെങ്കിലും സ്റ്റോറേജും കാര്യങ്ങളെല്ലാം വരുന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു ബക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് ഈ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമുക്ക് ആഡ് ചെയ്താൽ മതി. അതിന് പബ്ലിക് ആക്സസ് കൊടുക്കണമെങ്കിൽ പബ്ലിക് ആക്സസ് കൊടുക്കുക, അല്ലെങ്കിൽ അത് ഡിനൈ ചെയ്യണമെങ്കിൽ അത് ഡിനൈ ചെയ്യും. AWSൻ്റെ അകത്തുള്ള EC2 എന്ന് പറഞ്ഞ സർവീസാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സൈൻ ഇൻ ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഒരു യൂസർ അല്ലെങ്കിൽ നമ്മൾ ഇതിന് മുന്നേ ചെയ്ത വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിയും എങ്ങനെയാണെന്നൊരു അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നുള്ളത്. അപ്പം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊരു റൂട്ട് യൂസർ നെയിമും ഒരു പാസ്വേഡും നമുക്കുണ്ടാവും. ഇപ്പോൾ എൻ്റെ യൂസർ നെയിം എന്ന് വെച്ചാൽ ഇമെയിലാണ്. അപ്പോൾ ഈ ഇമെയിൽ വെച്ചിട്ട് ഞാനിപ്പോൾ ലോഗിൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതേപോലെ സെക്യൂരിറ്റി കോഡുകൾ നമ്മളോട് ചോദിക്കാം വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഡാഷ്ബോർഡിലേക്ക് നമ്മൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം നമ്മൾ എന്താ വെച്ചാൽ ഇവിടെ സെർച്ചിൽ പോയിട്ട് നമ്മൾ EC2 എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കാണിക്കും. ഇത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ നമുക്കിവിടെ വ്യൂ ഓൾ സർവീസസിലും നമുക്ക് ഓൾറെഡി അവൈലബിൾ ആണ്.
അതിനുശേഷം നമ്മളെന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ലോഞ്ച് ഇൻസ്റ്റൻസസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും കുറേ OS നമുക്കിവിടെ കാണാം. ലിനക്സ് OS ഉണ്ട്, മാക് OS ഉണ്ട്, ഉബുണ്ടു ഉണ്ട്, വിൻഡോസ് ഉണ്ട്, റെഡ് ഹാറ്റ് ഉണ്ട്, അങ്ങനെ പല OS നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ മൈക്രോസോഫ്റ്റ് വിൻഡോസ് ആണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. പിന്നെ നമുക്ക് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൈക്രോസോഫ്റ്റ് വിൻഡോസിനകത്തുള്ള അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്ത് കാണാൻ പറ്റും. വിൻഡോസിൻ്റെ സെർവർ എഡിഷൻസ് തന്നെ അവൈലബിൾ ആണ്. പക്ഷേങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് നമുക്ക് ഫ്രീ ടയറിൽ അവൈലബിൾ ആയിട്ടുള്ളത് മാത്രം നമ്മൾ സെലക്ട് ചെയ്യാൻ നോക്കുക. കാരണം ഇതിപ്പോൾ നമുക്ക് ഫ്രീ ടയറായിട്ട് അവൈലബിൾ ഉള്ളതല്ല. ഫ്രീ ടയറിനുള്ളത് ഇവിടെ സ്പെഷ്യലി ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നമ്മളത് സെലക്ട് ചെയ്യുക. നമ്മളിപ്പോൾ ഒരു ഫ്രീ ടയറിലുള്ള ഒരു OS നമ്മളിവിടെ സെലക്ട് ചെയ്തു. പിന്നെ നമുക്ക് താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ കോൺഫിഗറേഷൻ എന്ന് വെച്ചാൽ 1 GB മെമ്മറിയാണ് ഇതിൻ്റെ അകത്ത് കിട്ടുന്നത്, 1 CPU ആണെന്നുള്ളത്. അങ്ങനത്തെ പല കാര്യങ്ങളും നമുക്കിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് അത്രയും പവർ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് പൈസ കൊടുത്തിട്ട് നമുക്കിതിൻ്റെ അകത്ത് എഡീഷണൽ പവർ നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ വളരെ ബേസിക്കായിട്ട് നമുക്കത് ജസ്റ്റ് യൂസ് ചെയ്ത് പഠിക്കാനാണെങ്കിൽ നമുക്ക് ഈ ഒരു കോൺഫിഗറേഷൻ നമുക്ക് അവൈലബിൾ ആയിട്ട് ഉണ്ടാവുള്ളൂ, അതായത് ഫ്രീ ടയറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത്. ഇനി നമ്മൾ ഈ ഒരു സിസ്റ്റത്തിൻ്റെ കീ പെയർ നമ്മൾ ജനറേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ക്ലിക്ക് ചെയ്യുക. RSA PM ഫോർമാറ്റിൽ തന്നെ ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ഇതിനൊരു പേരും കൂടി നമ്മൾ കൊടുക്കണം. നമ്മളിപ്പോൾ വിൻഡോസ് സെർവറാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ വിൻഡോസ് സെർവർ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പേര് നമ്മളവിടെ കൊടുത്തു, ക്രിയേറ്റ് കീ പെയർ. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ഓട്ടോമാറ്റിക്കലി ഇവിടെ ഒരു ഡൗൺലോഡ് ആയിട്ടുണ്ട് ഒരു PM ഫയൽ. വിൻഡോസ് server.pm എന്ന് പറഞ്ഞ പേരിലാണ് ആ ഫയലുള്ളത്. അപ്പം അതെന്തിനാണ് ഡൗൺലോഡ് ചെയ്തതെന്ന് വെച്ചാൽ നമുക്കത് പിന്നെ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ആ ഫയൽ അവിടെ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. പിന്നെ നമുക്ക് താഴോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നെറ്റ്വർക്കിൻ്റെ സെറ്റിങ്സ് എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. ഇതിപ്പോൾ പബ്ലിക്കലി ആക്സസിബിൾ ആണ്, അതുകൊണ്ടാണ് ഈ ഒരു 0.000 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് സബ്നെറ്റും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കോൺഫിഗർ ചെയ്യാം, അല്ലെങ്കിൽ ഡീഫോൾട്ട് സെറ്റിങ്സ് വെച്ചിട്ട് തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അതേപോലെ തന്നെ സ്റ്റോറേജ് സ്പേസ് വരുന്നതെന്ന് വെച്ചാൽ 30 GB സ്റ്റോറേജ് സ്പേസാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അതും നമുക്കിവിടെ കാണാൻ പറ്റും. ഫ്രീ ടയറിന് 30 GB സ്പേസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഫ്രീ ടയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീലി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള, പേയ്മെൻ്റ് ഒന്നും ചെയ്യാണ്ട് ഫ്രീ ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോറേജും കോൺഫിഗറേഷൻ ഡീറ്റെയിൽസ് എല്ലാം ഇത് പറയുന്നത്. ഇനി നമുക്ക് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോഞ്ച് ഇൻസ്റ്റൻസ് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്, നമുക്ക് അതിലേക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ലോഞ്ചിങ് ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട് അത് ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാം അത് സക്സസ്ഫുള്ളി ഇനീഷ്യേറ്റഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇത് റണ്ണിങ് സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കാണാൻ പറ്റും. പബ്ലിക് IP അഡ്രസ്സ്, നമ്മളിങ്ങനത്തെ ഡീറ്റെയിൽസ് ഒന്നും പൊതുവേ നമ്മൾ കാണിച്ചു കൊടുക്കില്ല. ഞാൻ പക്ഷേ ഈ ഒരു എക്സാമ്പിൾ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഡിലീറ്റ് ചെയ്യുന്ന ഒരു വെർച്വൽ മെഷീനാണ്, അപ്പോൾ അതുകൊണ്ട് പ്രശ്നമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, കുറേ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമുക്ക് അതിൻ്റെ ഉള്ളിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇനി നമ്മളെന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ കണക്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. കണക്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനുള്ളിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ നമ്മൾ RDP ക്ലയൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഗെറ്റ് പാസ്വേഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഗെറ്റ് പാസ്വേഡിൻ്റെ ഉള്ളിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും പാസ്വേഡ് ഇസ് നോട്ട് അവൈലബിൾ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളിപ്പം ജസ്റ്റ് ക്രിയേറ്റ് ചെയ്തൊരു ഇൻസ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ വെർച്വൽ മെഷീനാണ്. അപ്പോൾ അത് കുറച്ച് സമയം അത് എടുക്കും, ഒരു 4 മിനിറ്റ് സമയം നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കൊന്നും കൂടി ഇത് ക്യാൻസൽ ചെയ്തിട്ട് നമുക്കൊന്നും കൂടി ഈ ഇൻസ്റ്റൻസിൻ്റെ അങ്ങോട്ടേക്ക് തന്നെ പോവാം. EC2ൻ്റെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇൻസ്റ്റൻസസിന് മുകളിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ കാണാൻ പറ്റും ഓൾറെഡി റണ്ണിങ് ആയിട്ടുള്ള ഇൻസ്റ്റൻസസ് ഏതല്ല എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത സാധനം. ഇനി വേണമെങ്കിൽ നമുക്കെന്തെങ്കിലും ഒരു പേര് കൊടുക്കാം. വിൻഡോസ് വിന്ന് മാത്രമേ ഞാൻ കൊടുക്കുന്നുള്ളൂ, കാരണം ഓൾറെഡി വേറെ പേരിലുള്ളതുണ്ട് ഇവിടെ. വിന്നെന്ന് പറഞ്ഞിട്ട് പേര് മാത്രമേ ഞാൻ കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ വിന്നെന്ന് പറഞ്ഞിട്ടുള്ള പേരിൽ ഇപ്പോൾ സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്നും കൂടി നമുക്ക് എടുത്ത് നോക്കാം നമുക്ക് കണക്റ്റ് ആവുന്നുണ്ടോ എന്നുള്ളത്. RDP ക്ലയൻറ്റ് സെലക്ട് ചെയ്യുക. താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗെറ്റ് പാസ്വേഡിനോട് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഓക്കെ ആണെന്ന് നമുക്ക് ആ ഒരു അടുത്ത സ്റ്റെപ്പിലേക്ക് ഇപ്പോൾ പോകാൻ പറ്റുന്നുണ്ട്. ഇനി നമ്മളൊരു ഫയൽ നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ട. ആ ഫയലാണ് നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഫയൽ. ഇപ്പോൾ നിങ്ങൾ നേരത്തെ വെച്ചിട്ടില്ല ഈ ഒരു ഫയൽ എന്തിനായിരുന്നു ഡൗൺലോഡ് ചെയ്തതെന്നുള്ളത്, ഇപ്പോൾ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാനാണ് നമ്മൾ ഫയൽ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ചത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു പ്രൈവറ്റ് കീ ആണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത്. ആ പ്രൈവറ്റ് കീ ആണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തത്. സെലക്ട് ചെയ്തതിന് ശേഷം അതിന് ശേഷം ഡീക്രിപ്റ്റ് പാസ്വേഡ് എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഡീക്രിപ്റ്റ് പാസ്വേഡ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും അവിടെ ഒരു പാസ്വേഡ് നമുക്കിവിടെ ജനറേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പാസ്വേഡ് വരുന്നത്.
അപ്പോൾ യൂസർ നെയിം എന്താണെന്ന് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞ പേരാകുന്ന പാസ്വേഡ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇത് നമ്മൾ കോപ്പി ചെയ്ത് വെക്കുക. നമ്മൾ എവിടെയെങ്കിലായിട്ട് നമ്മൾ ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കുക. അഡ്മിനിസ്ട്രേറ്റർ ആണ് യൂസർ നെയിം. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു IP അഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസും കൂടി നമുക്ക് വേണം. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതാണ് ഇതിൻ്റെ അകത്ത് പബ്ലിക് IP എന്ന് പറയുന്നത് 107.20.41.212 എന്ന് പറഞ്ഞ ഒരു IP അഡ്രസ്സാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു IP നമ്മൾ കോപ്പി ചെയ്ത് വെക്കുന്നു. ഇനി നമ്മൾ നേരെ വിൻഡോസ് മെഷീനിൽ പോയിട്ട് റിമോട്ട് ഡെസ്ക്ടോപ്പ് കണക്ഷൻ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. അതിൽ നമ്മൾ ഈ IP അഡ്രസ്സ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. കണക്റ്റ് ഓപ്ഷനിലോട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് യൂസർ നെയിം പാസ്വേഡ് ചോദിക്കും. യൂസർ നെയിം നമുക്ക് ഓൾറെഡി അറിയാം, അഡ്മിനിസ്ട്രേറ്റർ ആണ് യൂസർ നെയിം, അഡ്മിനിസ്ട്രേറ്റർ. പാസ്വേഡ് എന്താണ്? പാസ്വേഡ് നമ്മൾ നേരത്തെ ഇവിടെ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ പാസ്വേഡ് വരുന്നത്. അപ്പോൾ ഈ ഒരു പാസ്വേഡ് നമുക്കിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഓക്കെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കണക്ഷൻ റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. യെസ് കൊടുക്കുക. കുറച്ച് സമയം വെയിറ്റ് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും നമ്മളെ വെർച്വൽ മെഷീൻ ലോഡ് ആവുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈം അത് ഇനീഷ്യലൈസ് ചെയ്യുന്നതുകൊണ്ടുള്ള കുറച്ച് ലോഡിങ് കാര്യങ്ങൾ പ്രൊസീജിയേഴ്സ് എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ കറക്റ്റ്ലി നമ്മളിപ്പോൾ സെറ്റപ്പ് ചെയ്ത് വെച്ചതാണെങ്കിൽ നമുക്ക് അതിൻ്റെ സെറ്റിങ്സ് നോക്കിയാൽ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അതായത് ഈ വെർച്വൽ മെഷീൻ തന്നെയാണോ ആ വെർച്വൽ മെഷീൻ എന്നുള്ളത്. കാരണം അത് വിൻഡോസിൻ്റെ സെർവർ എഡിഷൻ ആയിരുന്നു. അതേപോലെ തന്നെ അതിനകത്ത് 1 GB മെമ്മറി ആയിരുന്നു അതിൻ്റെ അകത്ത് ഉണ്ടായത്. അപ്പോൾ അതേ രണ്ട് കണ്ടീഷൻ നമുക്ക് ഇതിൻ്റെ അകത്ത് നോക്കാം. അപ്പോൾ ആ സംഭവം തന്നെയാണ് ഇതിൻ്റെ അകത്ത് ഉള്ളതെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു വിൻഡോസ് മെഷീൻ ലോഡായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ജസ്റ്റ് സെറ്റിങ്സിലേക്ക് മാറിയിട്ട് ഇതൊരു റിമോട്ട് ഡെസ്ക്ടോപ്പ് കണക്ഷനായിട്ട് വരുന്നതാണ്. നമ്മളെ ബാക്ക്ഗ്രൗണ്ട് വോയിസിന് ഇത് ബാധിക്കുകയില്ല. അപ്പോൾ നമ്മൾ സിസ്റ്റത്തിനകത്ത് പോയി കഴിഞ്ഞാൽ താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എബൌട്ട് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും 1 GB റാമാണ് വരുന്നത്, വിൻഡോസ് സെർവർ എഡിഷനാണ് വരുന്നത്, സിയോൺ പ്രോസസ്സറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. ഡിവൈസ് നെയിം നമുക്ക് കാണാൻ പറ്റും. EC2 എന്ന് പറഞ്ഞ പേരിലുള്ള ഡിവൈസാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ നമുക്കൊരു വെർച്വൽ മെഷീൻ നമുക്കിവിടെ ലോഞ്ച് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. നിങ്ങളിപ്പോൾ ഒരു കമ്പനി നടത്തുന്ന കേസിലാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം നിങ്ങളെ എംപ്ലോയീസിന് നിങ്ങൾക്ക് സിസ്റ്റം കൊടുക്കാനുള്ള ഓപ്ഷൻ ഇല്ലെങ്കിൽ ഇതേപോലെ തന്നെ വെർച്വൽ മെഷീൻസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഒരു ഓപ്ഷൻ. നിങ്ങൾക്കൊരു യൂസർ നെയിം പാസ്വേഡും എല്ലാം സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി ഹൈ എൻഡ് കോൺഫിഗറേഷൻസ് ഉള്ള ഒരു 8 GB റാം കോൺഫിഗറേഷൻസ് നമുക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആമസോണിൻ്റെ തന്നെ നമുക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ കോൺഫിഗറേഷൻ വാങ്ങിയിട്ട് നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്നതാണെങ്കിൽ അയാളുടെ സിസ്റ്റം ഏതായാലും നമുക്ക് നല്ലൊരു സ്ട്രോങ് നെറ്റ്വർക്ക് കണക്ഷൻ ഉണ്ടെങ്കിൽ ആ സിസ്റ്റത്തിലേക്ക് ലോഗിൻ ചെയ്തിട്ട് അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു ഇങ്ങനത്തെ വെർച്വൽ മെഷീൻസിൻ്റെ ബെനിഫിറ്റ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കൊരു EC2 മെഷീൻ ലോഞ്ച് ചെയ്യുന്നതും അത് യൂസ് ചെയ്യുന്നതെല്ലാം. അപ്പോൾ ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്ന ഒരു EC2 സർവീസ് എങ്ങനെ യൂസ് ചെയ്യുന്നുള്ളത് ആമസോണിൻ്റെ അകത്ത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ക്ലൗഡിൻ്റെ അകത്തുള്ള സെർവർലെസ് ഫംഗ്ഷൻ, അതായത് ലാംഡ ഫംഗ്ഷനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്കൊരു ചെറിയൊരു എക്സാമ്പിൾ വെച്ചിട്ട് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സെർവർലെസ് ഫംഗ്ഷൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നമ്മൾ S3 ബക്കറ്റും API ഗേറ്റ്വേ DynamoDB ഈ 3 സർവീസസ് കൂടി നമ്മൾ എക്സ്ട്രാ യൂസ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ളത്. ഈ ഒരു ഡയഗ്രാം ബേസ്ഡ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. 3 ബക്കറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, API ഗേറ്റ്വേ യൂസ് ചെയ്യുന്നുണ്ട്, DynamoDB യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ 2 ലാംഡ ഫംഗ്ഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്, ഗെറ്റ് പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ S3 ബക്കറ്റിനകത്തുനിന്ന് നമ്മളെ വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ നമ്മൾ ആഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മളെ ഈ വെബ്സൈറ്റിൽ നിന്ന് വരുന്ന ഡാറ്റ പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ DynamoDB ഡാറ്റാബേസ് ടേബിൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ API വെച്ചിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് 2 ലാംഡ ഫംഗ്ഷൻസും കൂടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ഗെറ്റ് ഫംഗ്ഷനും പോസ്റ്റ് ഫംഗ്ഷനും. ഗെറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഡാറ്റാബേസിലുള്ള ഡാറ്റ റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ പോസ്റ്റ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഈ ഡാറ്റാബേസിൽ ഡാറ്റ റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ വെച്ചിട്ട് നമ്മൾ എങ്ങനെ ഒരു വെബ്സൈറ്റ് നമ്മൾ ഉണ്ടാക്കുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആമസോണിൻ്റെ അകത്ത് നമ്മൾ ലോഗിൻ ചെയ്യുക. അപ്പോൾ അതിനകത്ത് നമ്മളിപ്പോൾ ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ DynamoDB എന്ന് പറഞ്ഞ ഡാറ്റാബേസ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനകത്ത് ക്രിയേറ്റ് ടേബിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു ടേബിളിന് നമ്മളൊരു പേര് കൊടുക്കുന്ന സ്റ്റുഡൻറ്റ് ഡാറ്റ എന്ന് പറഞ്ഞിട്ട്, ഈ പാർട്ടീഷൻ കീ എന്ന് പറയുന്നത് ഈ പ്രൈമറി കീ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ പാർട്ടീഷൻ കീ. അതേപോലെ തന്നെ സോർട്ട് കീ എന്ന് പറയുന്നത് എഡീഷണലി വരുന്ന സംഭവമാണ്, അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. അതായത് ഇപ്പോൾ ഒരേ പേരിൽ തന്നെ 2 ആൾ വരുന്നുണ്ടെങ്കിൽ അവരെ പിന്നെയും നമുക്ക് ഈ പ്രൈമറി കീ കൂടാണ്ട് വേറെ ഏതെങ്കിലും ഒരു കീയും കൂടി എടുത്തിട്ട് നമുക്ക് ഫിൽട്ടർ ചെയ്യണമെങ്കിൽ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഈ സോർട്ട് കീ. അപ്പോൾ അത് ഓപ്ഷനിലാണ്, നമുക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല.
അപ്പോൾ ഞാനിവിടെ ഐ ഡി ആണ് പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യുന്നത്, അതായത് പാർട്ടീഷൻ കീ എന്ന് പറഞ്ഞിട്ട്. ഇനി നമുക്ക് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ വേറെ നമ്മളെ ഡിഫോൾട്ട് സെറ്റിങ്സ് തന്നെ വെച്ചാൽ മതി, വേറെ ഒന്നും മാറ്റണ്ട. താഴോട്ടേക്ക് വന്നാൽ നമുക്ക് ക്രിയേറ്റ് ടേബിൾ എന്നൊരു ഓപ്ഷൻ കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ടേബിൾ ഇപ്പം ക്രിയേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ആക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അപ്പോൾ നമുക്കവിടെ കാണാം സ്റ്റാറ്റസിൽ ക്രിയേറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് കാണുന്നത്. അപ്പോൾ അത് കുറച്ച് സമയം വെയിറ്റ് ചെയ്താൽ നമുക്കത് ആക്റ്റീവായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം അത് ആക്റ്റീവായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡൈനാമോ ഡി പിന്നകത്തുള്ള നമ്മളെ വർക്ക് നമ്മൾ കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ലാംഡ ഫംഗ്ഷനകത്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ഫംഗ്ഷൻസ് ക്ലിക്ക് ചെയ്യുക. ഓതർ ഫ്രം സ്ക്രാച്ച് ഫംഗ്ഷനൊരു പേര് കൊടുക്കുക. നമ്മളിപ്പോൾ എന്ത് ഫംഗ്ഷൻ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു ഫംഗ്ഷൻ്റെ ഒരു പേര് കൊടുക്കുക. ഞാനിപ്പം ഡാറ്റ റീഡ് ചെയ്യാനുള്ള ഫംഗ്ഷനാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഗെറ്റ് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് ഈ ഒരു ഡാറ്റാബേസിൽ നിന്ന് ഡൈനാമോ ഡി പി എന്ന് പറഞ്ഞ ഡാറ്റാബേസിലെ ടേബിളിൻ്റെ അകത്ത് ഞാനൊരു ഡാറ്റ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഫംഗ്ഷനാണ് റൈറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അതിന് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പൈത്തൺ കോഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ ചേഞ്ച് ഡീഫോൾട്ട് എക്സിക്യൂഷൻ റോളിൽ പോയിട്ട് നമ്മൾ എക്സിസ്റ്റിംഗ് റോള് സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത് വെച്ചാൽ ലാംഡ റോള് 04 TLV24W എന്ന് പറഞ്ഞൊരു റോളാണ് ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഇത് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യൂസറിന് ഈ ഡാറ്റാബേസിലേക്ക് ഫുൾ പെർമിഷൻ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യണം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്. കാരണം നിങ്ങൾ ചിലപ്പോൾ ആഡ് ചെയ്യുന്ന സമയത്ത് ഈ യൂസർ ചിലപ്പോൾ കണ്ടില്ല എന്ന് വരും. അപ്പോൾ നിങ്ങൾ ഏത് യൂസറിനെ ആഡ് ചെയ്യുന്ന ആ യൂസറിന് ഫുൾ പെർമിഷൻ സെറ്റ് ചെയ്യണം. അപ്പോൾ ഇനി അത് പെർമിഷൻ സെറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ IAMൻ്റെ അകത്ത് പോവുക. ഒന്നുകൂടി കാണിച്ചു തരാം. നമ്മൾ AWSൻ്റെ അകത്ത് തന്നെ നമുക്ക് കയറി കഴിഞ്ഞാൽ IAM എന്ന് പറഞ്ഞ സംഭവമുണ്ട്, അതായത് ഐഡൻറ്റിറ്റി ആൻഡ് ആക്സസ് മാനേജ്മെൻറ്റ്. അതിൽ നമ്മൾ റോൾസിൻ്റെ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. റോൾസിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് നിലവിലുള്ള റോൾസ് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ അകത്ത് നമ്മൾ ഈ ലാംഡ റോള് 0, അതായത് നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത് കൊടുത്ത റോള് ഏതാണെന്ന് നമുക്കിപ്പോൾ കാണാൻ പറ്റും. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും എന്തെല്ലാം പെർമിഷൻസാണ് ഉള്ളതെന്നുള്ളത്. ആമസോൺ ഡൈനാമോ ഡി ബിയിൽ ഫുൾ ആക്സസ് ഉള്ള ഒരാളാണിത്, അതുകൊണ്ടാണ് നമ്മൾ അപ്പുറത്ത് അത് സെലക്ട് ചെയ്ത് കൊടുത്തത്. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്ന റോളിന് നിലവിലെ ഈ ഡൈനാമോ ഡി ബിയിൽ ഫുൾ ആക്സസ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതേപോലെ നമുക്ക് സെർച്ച് ചെയ്തിട്ട് ആ ഒരു ഫുൾ ആക്സസ് നമുക്കിവിടെ പെർമിഷൻ നമുക്കിവിടെ സെറ്റ് ചെയ്യാം. അപ്പോൾ അതിനുശേഷം മാത്രം നമ്മൾ അപ്പുറത്ത് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ റോൾ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് ചെയ്യേണ്ട നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നതാണെങ്കിൽ നമുക്ക് എറർ മെസ്സേജ് ഉണ്ടാവും. അപ്പോൾ ആദ്യം നമ്മൾ ഡൈനാമോ ഡി ബിയിലേക്ക് ഫുൾ ആക്സസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം നമ്മൾ. ഇനി നമുക്ക് തിരിച്ച് നമ്മൾ ലാംഡ ഫംഗ്ഷനിലേക്ക് തന്നെ വരാം. ഇനി നമ്മളത് സെലക്ട് ചെയ്തതിന് ശേഷം ക്രിയേറ്റ് ഫംഗ്ഷൻ ക്ലിക്ക് ചെയ്യുക. നമുക്ക് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കോഡ് എഴുതാനുള്ള ഓപ്ഷൻ നമുക്കിവിടെ കാണും. ഇവിടെയാണ് നമ്മളെ ഫംഗ്ഷൻ്റെ കോഡ് നമ്മളിവിടെ റൈറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ പൈത്തൺ കോഡാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓൾറെഡി ഞാൻ കോഡ് ഇവിടെ റൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു കോഡ് ഞാൻ അങ്ങനെ തന്നെ പേസ്റ്റ് ചെയ്യാൻ പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കോഡ് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ താഴെ ലിങ്ക് ആഡ് ചെയ്യുക. നമ്മൾ കോഡ് പേസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഡിപ്ലോയ് എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കത് ഡിപ്ലോയ് ആയി കിട്ടും. അതിനുശേഷം നമുക്കിത് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഈ നമ്മൾ റൈറ്റ് ചെയ്ത ഫംഗ്ഷൻ വർക്കിംഗ് ആണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ടെസ്റ്റിൻ്റെ ഉള്ളിൽ ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് ന്യൂ ടെസ്റ്റ് ഇവൻ്റ് ക്ലിക്ക് ചെയ്യുക. അതിനെന്തെങ്കിലും ഒരു പേര് നമ്മൾ കൊടുക്കുക. എന്തെങ്കിലും ഒരു പേര് കൊടുത്താൽ മതി. ഞാനിവിടെ ടെസ്റ്റ് 1 എന്നിട്ട് കൊടുത്തു. താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്ത് നമുക്ക് കാണാൻ പറ്റും ഇൻപുട്ട് ചെയ്യുന്ന വാല്യൂസ് എന്തെല്ലാമെന്നുള്ള കീ 1, കീ 2, കീ 3 എന്ന് പറഞ്ഞിട്ട് 3 വാല്യൂസ് നമ്മൾ ഇൻപുട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് സേവ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെറ്റ് ഫംഗ്ഷനാണ്, അതായത് ഡാറ്റ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫംഗ്ഷനാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് റെസ്പോൺസ് ഇപ്പോൾ ഒന്നും ഉണ്ടാവില്ല, 0 ആയിരിക്കും. കാരണം നമുക്കിവിടെ കാണാം റെസ്പോൺസ് എന്ന് പറയുന്നത് empty ആണ്. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് നമ്മൾ ആ ഒരു ടേബിളിലേക്ക് നമ്മൾ ഡാറ്റ ഒന്നും പേസ്റ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് empty റെസ്പോൺസാണ് വരുന്നത്. അപ്പോൾ നമ്മളെ ഫംഗ്ഷൻ വർക്കിംഗ് ആണ്, നമ്മളെ കോഡ് ഓക്കെ ആണെന്നുള്ളത് നമുക്കിവിടെ കൺഫർമേഷൻ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു കൺഫർമേഷൻ കിട്ടിയതുകൊണ്ട് നമുക്ക് നേരെ ഇനി അടുത്ത ഫംഗ്ഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഫംഗ്ഷൻസിനകത്തേക്ക് പോവുക.
അവിടെ പോയിട്ട് ക്രിയേറ്റ് ഫംഗ്ഷൻ കൊടുക്കുക. ഇനി നമ്മൾ ഡാറ്റ പോസ്റ്റ് ചെയ്യേണ്ട ഒരു ഫംഗ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇൻസേർട്ട് സ്റ്റുഡൻറ്റ് ഡാറ്റ എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതും നമ്മൾ പൈത്തണിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. റോള് മാറ്റിയിട്ട് യൂസ് ആൻ എക്സിസ്റ്റിംഗ് റോള് കൊടുക്കുക. അതിൽ നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത് കൊടുത്ത അതേ ലാംഡ റോൾ തന്നെ കൊടുക്കുക. ക്രിയേറ്റ് ഫംഗ്ഷൻ ക്ലിക്ക് ചെയ്യുക. അവിടെയും നമ്മൾ താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കോഡ് എഴുതാനുള്ള സ്പേസ് ഉണ്ട്. ആ കോഡിലേക്ക് നമ്മളെ പൈത്തൻ്റെ കോഡ് നമ്മളിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമുക്കത് ഡിപ്ലോയ് ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ടേബിൾ ക്രിയേറ്റ് ചെയ്ത അതേ പേരിൽ തന്നെ വേണം നമ്മളിവിടെ കോഡ് നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്റ്റുഡൻറ്റ് ഡാറ്റ എന്നുള്ള പേരിൽ തന്നെയാണ് ഞാൻ അപ്പുറം ടേബിൾ ഞാൻ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ടേബിളിലെല്ലാം പേര് വ്യത്യാസം വന്നാൽ പിന്നെ ഇത് വർക്കിംഗ് ആവില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. നേരത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ടേബിളിൻ്റെ പേര് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റ് ഡാറ്റ എന്ന് പറഞ്ഞ പേരാണ്. അതേ പേരിൽ തന്നെ ഞാനിപ്പോഴും ഒരു ഡാറ്റ ഇൻസേർട്ട് ചെയ്യാനുള്ള ടേബിൾ എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ കൊടുക്കുന്നത്. അതേ പേരിൽ തന്നെ ഞാനിവിടെയും കൊടുത്തിട്ടുള്ള നമ്മൾ പൈത്തൺ കോഡിലും അതേ പേര് തന്നെ കൊടുത്തിട്ടുള്ളൂ. എന്നാലേ നമുക്ക് ഡയറക്റ്റ്ലി അതിൻ്റെ അകത്തേക്ക് ഡാറ്റ പേസ്റ്റ് ആവുള്ളൂ. ഡിപ്ലോയ് ചെയ്തതിന് ശേഷം നമുക്ക് ടെസ്റ്റ് ചെയ്യണം, അതായത് കോഡ് വർക്കിംഗ് ആണോ എന്നുള്ളത്. ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഡാറ്റ ഓട്ടോമാറ്റിക്കലി ഡാറ്റാ ബേസിലേക്ക് റൈറ്റ് ചെയ്യണം. അപ്പോൾ അതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ടെസ്റ്റ് 2 എന്ന് പറഞ്ഞ പേരിൽ തന്നെ ഞാനൊരു ടെസ്റ്റ് ഇവൻ്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് കീ വാല്യൂസ് മാറ്റാനുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡാറ്റാബേസിലേക്ക് എന്തെല്ലാം വാല്യൂസ് ഇൻസേർട്ട് ചെയ്യുന്നതെന്നുള്ള രീതിയിൽ നമുക്കത് മാറ്റാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ഓൾറെഡി റൈറ്റ് ചെയ്ത് വെച്ച സംഭവം തന്നെ നമുക്കിവിടെ പേസ്റ്റ് ചെയ്യാം. അതായത് ഐ ഡി ആണ് ഞാൻ ഇൻപുട്ട് ചെയ്യുന്നത്, നെയിമുണ്ട്, ക്ലാസ്സിൻ്റെ ഏജ് ഉണ്ട്. ഈ 4 കാര്യങ്ങൾ ഇൻപുട്ട് ചെയ്യാൻ നോക്കുന്നത്. അതേപോലെ തന്നെ ഐ ഡിയും ക്ലാസ്സിൽ ഞാൻ കോഡ്സിൽ കൊടുക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രിങ് ആയിട്ടാണ് ഞാൻ ഇൻപുട്ട് ചെയ്തത്, ഏജ് മാത്രമാണ് നമ്പറായിട്ട് കൊടുക്കുന്നത്. ഇനി നമ്മളെന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ടെസ്റ്റ് റണ്ണിങ് ആണോ എന്നുള്ളത് നോക്കാം. സേവ് ചെയ്യുക, ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്യുക. സക്സീഡഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്, സ്റ്റുഡൻറ്റ് ഡാറ്റ സേവ്ഡ് സക്സസ്ഫുള്ളി. അപ്പം ആ ഒരു കോഡ് നമ്മളെ വർക്കിംഗ് കോഡാണ്, അതിൽ എറേഴ്സും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് വർക്കിംഗ് ആണോ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡാറ്റാബേസിലേക്ക് പോയാൽ മതി. ഡാറ്റാബേസിൽ പോയിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഇൻസേർട്ട് ചെയ്ത ഡാറ്റ അവിടെ വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. യെസ്, നമുക്കിവിടെ ഡാറ്റ നമ്മൾ ഇൻസേർട്ട് ചെയ്ത ഡാറ്റ നമുക്കിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ 2 ഫംഗ്ഷൻസ് നമ്മൾ ലാംഡ ഫംഗ്ഷൻസും ക്രിയേറ്റ് ചെയ്തു. അതേപോലെ തന്നെ നമ്മൾ ഡൈനാമോ DB നമ്മൾ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ചാൽ API ഗേറ്റ്വേ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ പോകുന്നതാണ്. APIൻ്റെ അകത്ത് വന്നാൽ ക്രിയേറ്റ് API ക്ലിക്ക് ചെയ്യുക. താഴോട്ടേക്ക് വന്നാൽ റെസ്റ്റ് APIൻ്റെ ഉള്ള ബിൽഡ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ന്യൂ API തന്നെ കൊടുക്കുക. APIന് ഒരു നെയിം നമ്മൾ അസൈൻ ചെയ്യണം. അപ്പോൾ ഞാനിവിടെ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞൊരു API നെയിം ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ API എൻഡ് പോയിൻ്റ് എന്ന് വെച്ചാൽ റീജിയനിലുണ്ട്, എഡ്ജ് ഒപ്റ്റിമൈസ്ഡും ഉണ്ട്, പ്രൈവറ്റും ഉണ്ട്. അപ്പോൾ ഞാനിവിടെ എഡ്ജ് ഒപ്റ്റിമൈസ്ഡ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. റീജിയനിൽ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ മുകളിൽ കാണാൻ പറ്റും, ഓരോ റീജിയൻ വൈസ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ഏരിയയിൽ മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അതിന് പകരം നമ്മൾ എഡ്ജ് ഒപ്റ്റിമൈസ്ഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സ്ഥലത്തും ആക്സസിബിൾ ആവുന്ന രീതിയിലാണ് നമ്മളിത് സെറ്റ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ക്രിയേറ്റ് APIൻ്റെ ഉള്ളിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ ഒരു സംഭവം ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളെന്ത് വേണമെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് തന്നെ ക്രിയേറ്റ് മെത്തേഡിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ മെത്തേഡ് ടൈപ്പ് എന്താണെന്നുള്ള നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഗെറ്റും പോസ്റ്റും ആണ് യൂസ് ചെയ്യുന്നത് ഇവിടെ. അപ്പോൾ നമ്മൾ ഗെറ്റ് എന്ന് പറഞ്ഞ മെത്തേഡ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു. താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചൂസ് എ ലാംഡ ഫംഗ്ഷൻ എന്ന് പറയുന്നുണ്ട്. അത് ഏത് ഫംഗ്ഷനായിട്ടാണ് കണക്റ്റഡ് ആണ്. ഗെറ്റ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെറ്റ് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ സംഭവത്തിൽ നമ്മൾ കണക്ട് ചെയ്യുന്നത് അല്ലേ, അതായത് ഡാറ്റാബേസിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. താഴോട്ടേക്ക് വന്നാൽ നമുക്ക് വേറെ അഡീഷണൽ സെറ്റിങ്സ് ഒന്നും ചെയ്യാനൊന്നുമില്ല. നമുക്ക് ഡയറക്റ്റ് ക്രിയേറ്റ് മെത്തേഡിൻ്റെ ഉള്ളിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് പോസ്റ്റ് മെത്തേഡ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കും. അതുമായിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഇൻസേർട്ട് സ്റ്റുഡൻറ്റ് ഡാറ്റ എന്നുള്ളത്, അതായത് ഡാറ്റാബേസിലേക്ക് റൈറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഇൻസേർട്ട് സ്റ്റുഡൻറ്റ് ഡാറ്റയാണ്. അപ്പോൾ അതുമായിട്ട് ലിങ്ക് ചെയ്യുന്നതാണ് നമ്മൾ. അപ്പോൾ അത് നമ്മളവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ക്രിയേറ്റ് മെത്തേഡ് കൊടുത്തു. അപ്പോൾ നമുക്കിവിടെ 2 മെത്തേഡായി, ഗെറ്റും പോസ്റ്റും. പിന്നെ നമ്മളെന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്ലോയ് APIൻ്റെ ഉള്ളിൽ ക്ലിക്ക് ചെയ്യുക, ന്യൂ സ്റ്റേജ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. എന്തെങ്കിലും ഒരു പേര് നമ്മൾ കൊടുക്കുക, നമുക്ക് ഓർമ്മയിൽ കിട്ടുന്ന എന്തെങ്കിലും ഒരു പേര്. PROD എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ കൊടുത്തത്. അപ്പം
നമുക്കവിടെ ഒരു ഇൻവോക്ക് URL എന്ന് പറഞ്ഞൊരു URL നമുക്കവിടെ കിട്ടിയിട്ടുണ്ട്. ആ URL നമ്മൾ കോപ്പി ചെയ്ത് വെക്കണം. ഈ ഇൻവോക്ക് URL എന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ URL ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ API എൻഡ് പോയിൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ URL ജസ്റ്റ് കോപ്പി ചെയ്ത് വെക്കുക. നമ്മൾ എനേബിൾ കോഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഗെറ്റും പോസ്റ്റും നമ്മൾ എനേബിൾ ചെയ്യുക. താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സേവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ നമ്മൾ സേവ് ക്ലിക്ക് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ API ഗേറ്റ്വേനകത്തുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ വെബ്സൈറ്റിൻ്റെ മുകളിലാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻഡെക്സ് പേജും ഉണ്ട്, ഒരു script.js എന്ന പേജും ഉണ്ട്. അപ്പോൾ ഈ script.jsൻ്റെ അകത്ത് നമ്മളെ API എൻഡ് പോയിൻ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതിലേക്കാണ് നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ആ ഒരു ഇൻവോക്ക് URL നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള ആ ഒരു പേര് മാറ്റിയിട്ട് ഇപ്പോൾ നമ്മൾ കോപ്പി ചെയ്ത URL നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സേവ് ചെയ്യാം നമ്മളിത്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ DynamoDB ലാംഡ ഫങ്ഷൻസും API ഗേറ്റ്വേ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് നോക്കാൻ ബാക്കിയുള്ള S3 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് AWSൻ്റെ ഹോം പേജിലേക്ക് പോവാം. S3 ബക്കറ്റ് നമ്മൾ ചൂസ് ചെയ്യുക. അതിൽ നമ്മൾ ക്രിയേറ്റ് ബക്കറ്റ് ക്ലിക്ക് ചെയ്യുക. ജനറൽ പർപ്പസ് തന്നെ കൊടുക്കുക. നമ്മൾ എന്തെങ്കിലും ഒരു പേര് നമ്മൾ ബക്കറ്റ് നെയിമായിട്ട് കൊടുക്കുക. അപ്പോൾ ഡെവോപ്സ് മാസ്റ്റർ ബക്കറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പേരിൽ സേവ് ചെയ്തു. ഇനി പബ്ലിക് ആക്സസ് അലൗ ചെയ്യണോ വേണ്ടയോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ബ്ലോക്ക് ഓൾ പബ്ലിക് ആക്സസ് എന്ന് പറയുന്നത് റിമൂവ് ചെയ്യുന്നതാണ്. ആ ഒരു ടിക്ക് ഓപ്ഷൻ നമ്മൾ അവിടെ നിന്ന് റിമൂവ് ചെയ്യുന്നു. താഴെ നമ്മൾ അക്നോളജ് എന്നിട്ട് അത് കൊടുക്കുന്നു. പബ്ലിക്കലി അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ്. ക്രിയേറ്റ് ബക്കറ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഒരു ബക്കറ്റ് അവിടെ ക്രിയേറ്റ് ആയി. ഇപ്പോൾ നമുക്ക് കാണാം ഡെവോപ്സ് മാസ്റ്റർ ബക്കറ്റ് എന്നിട്ടൊരു പേരിൽ നമുക്കിപ്പോൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വേണം നമുക്ക് ഡാറ്റ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതായത് നമ്മളെ വെബ്സൈറ്റിൻ്റെ ഇൻഡെക്സ് പേജും script.js എന്ന 2 ഫയൽ നമ്മളിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത്. ഇത് 2 ഫയൽ നമ്മൾ സെലക്ട് ചെയ്തു. താഴോട്ടേക്ക് ഒന്ന് അപ്ലോഡ് എന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അപ്ലോഡായി. ഇനി index.html ക്ലിക്ക് ചെയ്താൽ നമുക്കൊരു ഒബ്ജക്റ്റ് URL എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതിന് മുകളിൽ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ ഒരു ലിങ്കിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് വെബ്സൈറ്റ് ലോഡ് ആവില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇതിന് മുന്നേ ഉള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഒരു ബക്കറ്റ് പോളിസിയും കൂടി സെറ്റ് ചെയ്യണം. ഇത് പബ്ലിക്കലി നമ്മൾ കൊടുത്തത്. പക്ഷേ എന്നാലും നമുക്ക് അതിൻ്റെ അകത്ത് ഒരു ബക്കറ്റ് പോളിസി നമുക്ക് സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ബക്കറ്റ്സിലേക്ക് പോവാം. ഡെവോപ്സ് മാസ്റ്റർ ബക്കറ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ അത് പബ്ലിക്കലി അവൈലബിൾ ആക്കുന്നതിന് മുമ്പേ നമ്മളൊരു സ്റ്റെപ്പും കൂടി നമുക്ക് ഇതിൻ്റെ അകത്ത് ചെയ്യാനുണ്ട്. അത് മറന്നുപോയി ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ വേണ്ട നമ്മൾ പ്രോപ്പർട്ടീസിലേക്ക് പോവുക. പ്രോപ്പർട്ടീസ് പോയി കഴിഞ്ഞാൽ ഏറ്റവും താഴെ വന്നു കഴിഞ്ഞാൽ സ്റ്റാറ്റിക് വെബ് ഹോസ്റ്റിംഗ് എനേബിൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഡീഫോൾട്ട് പേജ് എന്ന് വെച്ചാൽ index.html തന്നെ സെലക്ട് ചെയ്യുക. താഴോട്ടേക്ക് ഒന്ന് സേവ് ചേഞ്ചസ് കൊടുക്കുക. ഓക്കെ, നമുക്കിനി നമ്മളെ വെബ്സൈറ്റ് ലോഡ് ആവില്ല. നമുക്കൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മളെ വെബ്സൈറ്റ് ലോഡ് ചെയ്യാനുള്ള കാര്യമാണ്. ഞാൻ മുന്നേ പറഞ്ഞു നമുക്ക് ബക്കറ്റ് പോളിസി സെറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബക്കറ്റ് പോളിസിയിലേക്ക് പോവുക. നമ്മൾ എഡിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ പോളിസി ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അതിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ പോളിസി ജനറേറ്റർ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിനകത്ത് നമ്മൾ S3 ബക്കറ്റ് പോളിസി എന്നിട്ട് കൊടുക്കുക. പ്രിൻസിപ്പിൾ നമ്മൾ സ്റ്റാർ ആയിട്ട് തന്നെ കൊടുക്കുക. അതായത് കോമൺ ഫോർ ഓൾ എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുക്കുന്നതാണ്. ആക്ഷൻ എന്ന് പറയുന്നത് ഗെറ്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് നമ്മൾ വരുത്തിയിട്ട് അത് ടിക്ക് മാർക്ക് കൊടുക്കുക. ഗെറ്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഗെറ്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് നമ്മൾ കൊടുക്കുക. ഇപ്പോൾ വൺ ആക്ഷൻ സെലക്റ്റഡ് എന്നിട്ട് കാണാം നമുക്ക്. ഇനി AR എന്ന് പറയുന്നത് നമ്മൾ ബക്കറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ആ ബക്കറ്റ് പോളിസി അടിയിൽ തന്നെ ബക്കറ്റ് AR എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അത് നമ്മൾ കോപ്പി ചെയ്യുക. അവിടുന്ന് എന്നിട്ട് നമ്മൾ ആ പോളിസി ജനറേറ്ററിനകത്ത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ആഡ് സ്റ്റേറ്റ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ താഴെ ഒരു ജനറേറ്റ് പോളിസി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കൊരു പോളിസി ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ തന്നെ കോപ്പി ചെയ്യുക. നമ്മളെ S3 ബക്കറ്റിൻ്റെ അകത്ത് നമ്മൾ പോളിസി ആഡ് ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ട് അത് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇനി താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കത് സേവ് ഓപ്ഷൻ ഉണ്ടാവും.
സേവ് ചേഞ്ചസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ബക്കറ്റ് പോളിസി അപ്ലൈ ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് നമ്മളെ വെബ്സൈറ്റ് ലോഡാവും. ഇപ്പോൾ നമുക്ക് നമ്മളെ വെബ്സൈറ്റ് ഇപ്പോൾ ലോഡായിട്ട് വന്നിട്ടുണ്ട്. അതിനകത്ത് വ്യൂ ഓൾ സ്റ്റുഡൻസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളെ ഡാറ്റാബേസിൽ നിന്ന് റിട്രീവ് ചെയ്ത് കിട്ടണം. അതേപോലെ തന്നെ നമ്മൾ പുതിയൊരു ഡാറ്റ എൻട്രി ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മളെ ഡാറ്റാബേസിലേക്ക് റൈറ്റ് ആവും വേണം. അപ്പോൾ സേവ് ഡാറ്റ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് സ്റ്റുഡൻറ്റ് ഡാറ്റ സേവ്ഡ് എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡാറ്റ നമുക്കിവിടെ താഴെ നമുക്ക് വെബ്സൈറ്റിൽ നിന്ന് കാണാനും പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ വ്യൂ ഓൾ സ്റ്റുഡൻസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗെറ്റ് ഫംഗ്ഷനാണ്, ലാംഡേൻ്റെ ഗെറ്റ് ഫംഗ്ഷനാണ് വർക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ സേവ് സ്റ്റുഡൻറ്റ് ഡാറ്റ എന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ പോസ്റ്റ് ഫംഗ്ഷനാണ് വർക്ക് ചെയ്യുന്നത് ലാംഡേൻ്റെ അകത്തുള്ളത്. അപ്പോൾ അത് നമ്മൾ അതായത് ഈ ഒരു വെബ്സൈറ്റ് ഓരോ ഡാറ്റാബേസ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ API ഗേറ്റ്വേ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ലാംഡ ഫംഗ്ഷൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡാറ്റ റൈറ്റ് ചെയ്യുന്ന സമയത്തും അതേപോലെ തന്നെ ഡാറ്റ റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ടും എത്ര ടൈം നമുക്ക് അതിൻ്റെ അകത്ത് യൂസ് ചെയ്ത് അതിൻ്റെ പൈസ മാത്രമേ നമുക്ക് കൊടുക്കേണ്ടി വരുന്നുള്ളൂ. അപ്പോൾ അത് ഐഡിയലായിട്ട് കിടക്കുന്നതിൻ്റെ പൈസ നമ്മൾ കൊടുക്കണ്ട. എപ്പോഴാണോ ഈ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് ആ ഒരു സമയത്ത് മാത്രമുള്ള പേയ്മെൻറ്റ് മാത്രമേ നമ്മൾ ചെയ്യേണ്ടി വരുന്നുള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് വരുന്നത്. ഇനി ഇതിൻ്റെ ഡ്രോബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് യൂസ് ചെയ്യുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. അതായത് ഒരു 15 മിനിറ്റ് മാത്രം പ്രോസസ്സിങ് വരുന്ന ഒരു സംഭവങ്ങളാണെങ്കിൽ മാത്രമേ നമ്മുടെ സെർവർലെസ് ഫംഗ്ഷൻ വർക്ക് ചെയ്യുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഗെറ്റ് സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് എന്നിട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് ആ ഡാറ്റാബേസിന് ഡാറ്റ റിട്രീവ് ചെയ്ത് വരാനുള്ള ടൈം എന്ന് വെച്ചാൽ നമുക്ക് അത്ര മൈന്യൂട്ട് സെക്കൻഡ്സേ വേണ്ടു. അപ്പോൾ അതേപോലെ തന്നെ അത് 15 മിനിറ്റിന് മുകളിൽ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സെർവർലെസ് ഫംഗ്ഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ AWSൻ്റെ കേസാണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് ലിമിറ്റ് ഉണ്ട്, 15 മിനിറ്റാണ് അതിൻ്റെ അകത്ത് ലിമിറ്റ് വരുന്നത് സെർവർലെസ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നതിൽ. അപ്പോൾ ഈ ഒരു ഫിഗർ പ്രകാരം തന്നെ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഹോപ്പ്ഫുള്ളി നിങ്ങൾക്കത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. S3 ബക്കറ്റ് നമ്മൾ വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചു. DynamoDB എന്ന് പറയുന്നത് നമ്മൾ ഡാറ്റാബേസ് ആയിട്ട് യൂസ് ചെയ്തു. ഗെറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്തു. അതേപോലെ തന്നെ പോസ്റ്റ് ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്തു. API ഗേറ്റ്വേ വെച്ചിട്ട് നമ്മൾ ഈ S3 ബക്കറ്റിന് DynamoDBനെ നമ്മൾ കണക്ട് ചെയ്തു. അപ്പം ഡാറ്റ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗെറ്റ് ഫംഗ്ഷൻ ഉപയോഗിച്ചത്. അതേപോലെ തന്നെ ഡാറ്റ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോസ്റ്റ് ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഔട്ട്പുട്ടായിട്ട് വരുന്നതെന്ന് വെച്ചാൽ ഈ ഒരു വെബ്സൈറ്റാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു സിമ്പിൾ ലാംഡ ഫംഗ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, നമ്മൾ AWSൻ്റെ അകത്ത് നമ്മൾ ഡിപ്ലോയ് ചെയ്യുന്നതും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ AWSൻ്റെ കേസിൽ നമുക്ക് ഒരു IoT ഡിവൈസ് നമ്മൾ ക്ലൗഡായിട്ട് എങ്ങനെ നമ്മൾ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ESP32 നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ DTH സെൻസർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. DTH11 എന്ന് പറഞ്ഞ സെൻസറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളെ നിലവിലുള്ള ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇത് നമ്മൾ ESP32 ഒരു വൈഫൈ മോഡ്യൂൾ വരുന്നുണ്ട്. ആ മോഡ്യൂൾ വഴിയാണ് നമുക്ക് ക്ലൗഡിലേക്ക് നമ്മൾ ഡാറ്റാസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു DTH സെൻസറിൻ്റെ കേസിൽ നമ്മൾ ഒരു 3 കണക്ഷൻസാണ് കൊടുക്കുന്നത്. ഒന്ന് ഡാറ്റേൻ്റെ കണക്ഷനാണ്, ഒന്ന് ഗ്രൗണ്ട് കണക്ഷനും, ഒന്ന് നമുക്ക് ഇതിൻ്റെ പവറിൻ്റെ കണക്ഷനുമാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു 3 വോൾട്ടിലും പിന്നെ ഗ്രൗണ്ട് കണക്ഷനും പിന്നെ ഒരു 23 എന്ന് പറഞ്ഞ പോയിൻ്റ് നമ്മളത് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മൈക്രോ കൺട്രോളർ ഉപയോഗിച്ചിട്ട് നമ്മൾ ക്ലൗഡിലേക്ക് ഡാറ്റ എങ്ങനെ അപ്ലോഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. ഫ്രണ്ട്സ്, നമ്മൾ ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആമസോണിൻ്റെ വെബ്സൈറ്റ് നമ്മൾ വിസിറ്റ് ചെയ്യുക. അതിനകത്ത് നമ്മൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഇൻ്റർഫേസ് നമുക്ക് വരിക. അപ്പോൾ ഈ ഒരു ഇൻ്റർഫേസിനകത്ത് നമ്മൾ സെർച്ച് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആമസോണിൻ്റെ IoT കോർ എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഈ ഒരു ESP32 ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സംഭവം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ IoT കോർ നമ്മൾ സെലക്ട് ചെയ്യുക. അതിൽ നമുക്ക് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് മാനേജിൻ്റെ അണ്ടറിൽ ഓൾ ഡിവൈസസ് എന്ന ഓപ്ഷനിൽ നമുക്ക് തിങ്സ് എന്ന് പറഞ്ഞൊരു സംഭവം കാണാൻ പറ്റും. ആ തിങ്സിൻ്റെ ഉള്ളിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ പുതിയതായിട്ടൊന്ന് ക്രിയേറ്റ് ചെയ്യുന്ന കേസിൽ നമ്മൾ എന്താ വെച്ചാൽ ക്രിയേറ്റ് തിങ് കൊടുക്കുക. ക്രിയേറ്റ് സിംഗിൾ തിങ് വെച്ചിട്ട് തന്നെ നെക്സ്റ്റ് അടിക്കുക. ഇവിടെ നമ്മൾ ഒരു തിങ്ങിൻ്റെ ഒരു പേര് കൊടുക്കുക. നമ്മൾ നേരത്തെ ഇപ്പോൾ കണ്ടല്ലോ AWS ESP32 എന്ന് കൊടുത്ത പോലെ വേറെ എന്തെങ്കിലും ഒരു പേര് നമ്മൾ കൊടുക്കുക. ഇത് കംപ്ലീറ്റ് ചെയ്യുക. നെക്സ്റ്റ് അടിക്കുക, കംപ്ലീറ്റ് ചെയ്യുക. വേറെ ഇതിൻ്റെ അകത്ത് വലിയ പ്രൊസീജിയേഴ്സ് ഒന്നും വരുന്നില്ല. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത വരേണ്ട സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മളെ സെക്യൂരിറ്റി എന്ന് പറഞ്ഞൊരു ടാബിൻ്റെ അണ്ടറിലുള്ള പോളിസീസ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് നമ്മൾ പോകേണ്ടത്. ഇവിടെ നമ്മൾ ഇപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു, നമ്മൾ എക്സാമ്പിൾ കാണിച്ച പോലെ തന്നെ ആ ഒരു ESP32ൻ്റെ ഒരു പോളിസി ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ക്രിയേറ്റ് പോളിസി എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പോളിസി നെയിം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനുണ്ട്.
അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇതേപോലെ തന്നെ ഏതെങ്കിലും ഒരു പേര് കൊടുത്തത് നമ്മളൊരു പോളിസി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യേണ്ട സംഭവമാണ് ഈ പോളിസി ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോളിസി ഡോക്യുമെൻറ്റിൻ്റെ കേസിൽ നമ്മൾ എന്ത് വേണമെന്ന് വെച്ചാൽ നമ്മൾ ജേസൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കോഡ് നമുക്കിവിടെ റൈറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഞാനിവിടെ മുന്നേ ചെയ്ത് വെച്ച കോഡും കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ AWS പോളിസീൻ്റെ കേസിൽ ഞാൻ താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ജേസൺ കോഡ് നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഒരു കോഡാണ് ഞാനിപ്പോൾ കൊടുത്തിട്ടുള്ളത്. അതായത് അലൗ ഓൾ എന്ന് പറഞ്ഞ രീതിയിലാണ് കൊടുക്കുന്നത്. ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു എക്സാമ്പിൾ കാണിച്ചു തരാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അധികം റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അതായത് അതുകൊണ്ടാണ് ഓൾ പെർമിഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. പക്ഷേ നമ്മളിപ്പോൾ വേറെ എന്തെങ്കിലും രീതിയിൽ നമ്മൾ കമ്പനി വൈസിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ ഇതിനകത്ത് റെസ്ട്രിക്ഷൻസ് എല്ലാം വെക്കും. ഇപ്പോൾ നമ്മുടെ കേസിൽ ഇപ്പോൾ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ജേസൺ കോഡ് നമ്മൾ എഡിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് പോളിസീൻ്റെ അകത്ത് പോവുക, ക്രിയേറ്റ് പോളിസി എന്നിട്ട് കൊടുക്കുക, ഒരു പേര് കൊടുക്കുക പോളിസിക്ക്. എൻ്റെ താഴോട്ടേക്ക് വന്നിട്ട് നമ്മളെ ജേസൺ കോഡായിട്ട് ഈ ഒരു കോഡ് നിങ്ങൾ അങ്ങനെ തന്നെ നിങ്ങൾ ഈ ഒരു കോഡാണ് അവിടത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ കോഡ് ആഡ് ചെയ്ത് കൊടുക്കുക, നമ്മൾ ആ ഒരു പ്രോസസ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു പോളിസി ക്രിയേഷൻ നമ്മൾ കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഡൗൺലോഡ് സർട്ടിഫിക്കറ്റ് ആൻഡ് കീസ് എന്ന ഒരു പേജിലേക്ക് നമ്മൾ വരിക. അപ്പോൾ ഈ പേജിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓട്ടോമാറ്റിക്കലി ഒരു പോപ്പപ്പ് ചെയ്ത് വരുന്ന സംഭവമാണ്. അപ്പോൾ ആ ഒരു പേജിൻ്റെ അകത്ത് നമുക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ്, അതായത് ഡിവൈസ് സർട്ടിഫിക്കറ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്യണം, അതേപോലെ തന്നെ പബ്ലിക് കീ നമ്മൾ ഡൗൺലോഡ് ചെയ്യണം, അതേപോലെ തന്നെ പ്രൈവറ്റ് കീ നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. ഈ 3 ഫയൽസ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഫയൽസാണ്. അപ്പോൾ 3 നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ ഡൺ കൊടുക്കുക. അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾ നോട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എഴുതിയിട്ടുണ്ട്, ദിസ് ഇസ് ദ ഓൺലി ടൈം യു ക്യാൻ ഡൗൺലോഡ് ദ കീ ഫയൽസ് ഫോർ ദി സർട്ടിഫിക്കറ്റ്. അതായത് ഇത് ഒരു വൺ ടൈം പോലെ വരുന്നതാണ്. അപ്പോൾ നമുക്കത് ആ സമയത്ത് തന്നെ നമ്മൾ സർട്ടിഫിക്കറ്റും കാര്യങ്ങളെല്ലാം ഡൗൺലോഡ് ചെയ്യുക, നമ്മൾ ആ ഒരു പ്രോസസ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫയൽസാണ് ഈ കാണുന്നത്. ആമസോണിൻ്റെ റൂട്ട് CA1 എന്ന് പറഞ്ഞൊരു സംഭവം, പിന്നെ അതേപോലെ തന്നെ പ്രൈവറ്റ് കീയും ഇവിടെ ഒരു പബ്ലിക് കീയും വരുന്നുണ്ട്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കാണാൻ പറ്റും. ഇത് ഓപ്പൺ വിത്ത് നോട്ട് പാഡ് കൊടുക്കുന്നതാണെങ്കിൽ നമുക്കിതിനകത്ത് കാണാൻ പറ്റും. ഇതിനകത്ത് ഒരു ബിഗിൻ സർട്ടിഫിക്കറ്റ്, ഒരു എൻഡ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കോഡ് കാര്യങ്ങളാണ് വരുന്നത്. ഈ ഒരു സിമിലർ കോഡാണ് നമുക്ക് നമ്മളെ പ്രൈവറ്റിൻ്റെ അകത്തും പബ്ലിക്കിൻ്റെ അകത്തും നമുക്ക് വരുന്നത്. അപ്പോൾ ഈ 3 കോഡ് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് വെക്കേണ്ട കോഡുകളാണ്. ബാക്കി കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ കോഡിൻ്റെ അകത്താണ് നമ്മളെ ഈ ഒരു സംഭവങ്ങളെല്ലാം കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു കോഡിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. GitHub എങ്ങനെ ലിങ്ക് ഞാൻ ആഡ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വരേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കോഡിലേക്കാണ്. അതായത് നമ്മൾ ESP32 വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കോഡ് നമ്മൾ റൈറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ ഒരു കോഡിലേക്കാണ് നമ്മളിപ്പോൾ വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ തിങ് ക്രിയേറ്റ് ചെയ്യുക, നിങ്ങൾ പോളിസി ക്രിയേറ്റ് ചെയ്യുക. പോളിസി ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കുറച്ച് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളും ഡൗൺലോഡ് ചെയ്യേണ്ട ഓപ്ഷൻ വരും. ആ സർട്ടിഫിക്കറ്റ് എല്ലാം ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം നിങ്ങൾ ഈ ഒരു കോഡാണ് നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് നോക്കിയാൽ ഇതിനകത്ത് കാണാൻ പറ്റും. ഞാൻ ഒരു വൈഫൈ ആയിട്ട് ഞാൻ കണക്ട് ചെയ്യുന്നുണ്ട്, ഗാലക്സി എന്ന് പറഞ്ഞൊരു വൈഫൈയിലേക്ക്. അതിൻ്റെ പാസ്വേഡാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം ഈ ഒരു ESP32 എന്ന് പറഞ്ഞ ഡിവൈസ് വൈഫൈ ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ആ ഡാറ്റ നമുക്ക് DTS സെൻസറിൻ്റെ അകത്ത് വരുന്ന ഡാറ്റ നമ്മൾ പേസ്റ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ റൂട്ട് CA എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആ സർട്ടിഫിക്കറ്റിൻ്റെ ബിഗിൻ സർട്ടിഫിക്കറ്റും എൻഡ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു കോഡാണ് നമ്മളിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കേസിലെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടിയ ബിഗിൻ സർട്ടിഫിക്കറ്റ് മുതൽ എൻഡ് സർട്ടിഫിക്കറ്റ് വരെയുള്ള കോഡാണ് നിങ്ങളിവിടെ പേസ്റ്റ് ചെയ്യേണ്ടത്. താഴോട്ടേക്ക് വന്നാൽ നമുക്ക് പ്രൈവറ്റ് കീയും പബ്ലിക് കീൻ്റെതും കാണാം. ഇവിടെ പബ്ലിക് കീ കാണാൻ പറ്റും. അതിൻ്റെതും അതേപോലെ തന്നെ സർട്ടിഫിക്കറ്റ് അങ്ങനെ തന്നെ നമ്മളിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. താഴോട്ടേക്ക് വന്നാൽ പിന്നെ നമുക്ക് പ്രൈവറ്റ് കീൻ്റെ കേസ് കാണാം. അതും നമ്മൾ ഇതേപോലെ തന്നെ പ്രൈവറ്റ് കീ നമ്മൾ ഇതേപോലെ തന്നെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ആ ഒരു കോഡും കൂടി നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സംഭവമാണ് ഈ ഒരു AWSൻ്റെ IoT എൻഡ് പോയിൻ്റ് എന്ന് പറഞ്ഞ സംഭവം. ഈ ഒരു എൻഡ് പോയിൻ്റ് നമ്മൾ കൊടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ആമസോണിൻ്റെ വെബ്സൈറ്റിലേക്ക് വരിക. താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ പണ്ട് നമുക്കെന്ന് വെച്ചാൽ സെറ്റിങ്സ് എന്ന ഓപ്ഷനകത്താണ് ഈ എൻഡ് പോയിൻ്റ് എന്ന് പറഞ്ഞ സംഭവം നമുക്ക് ഇവിടെ തന്നെ നമുക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മൂവ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത് മൂവ് ചെയ്ത് എവിടെയാണെന്ന് വെച്ചാൽ നമുക്കിവിടെ ഡൊമൈൻ കോൺഫിഗറേഷൻസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്താൽ നമുക്ക് ഈ ഒരു AWSൻ്റെ എൻഡ് പോയിൻ്റ് IoT എൻഡ് പോയിൻ്റ് എന്താണെന്നുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു എൻഡ് പോയിൻ്റ് നമ്മൾ ഡയറക്റ്റ് നമ്മളിവിടുന്ന് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു കോഡിലേക്ക് നമ്മളത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ESP32 നമ്മളെ ക്ലൗഡുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു എൻഡ് പോയിൻ്റാണ് ഈ ഒരു എൻഡ് പോയിൻ്റ്. അപ്പോൾ അതും നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ പോർട്ട് 8883 എന്ന് പറഞ്ഞാൽ ഡിഫോൾട്ട് പോർട്ടാണ് MQTTൻ്റെ. അപ്പോൾ ആ ഒരു പോർട്ട് നമ്മളിവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ നിങ്ങൾ വൈഫൈൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുക. നിങ്ങൾ എൻഡ് പോയിൻ്റ് നിങ്ങൾ ആമസോണിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ കോപ്പി ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ ബിഗിൻ സർട്ടിഫിക്കറ്റ്, അതായത് ഈ റൂട്ട് CA എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ്, പിന്നെ പ്രൈവറ്റ് കീൻ്റെതും പബ്ലിക് കീൻ്റെതും
സർട്ടിഫിക്കറ്റിൻ്റെ അകത്തുള്ള കണ്ടൻസ് നമ്മളിവിടെ കോപ്പി ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് പിന്നെ നമ്മൾ നോക്കുന്നത് വെച്ചാൽ ഈ ടോപ്പിക്കിൻ്റെ ഒരു സംഭവം കൂടി നമ്മൾ നോട്ട് ചെയ്യുക. അതായത് ESP32 സെൻസർ ഡാറ്റ എന്ന് പറഞ്ഞ പേരിലാണ് ഞാനിത് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ഒരു കണക്ഷൻ്റെ കാര്യങ്ങളെല്ലാം ഓക്കെ ആയി. ഇനി നമ്മളെന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ESP32 റൂം എന്ന് പറഞ്ഞ സംഭവമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ഈ ഒരു സംഭവം ക്ലിക്ക് ചെയ്താൽ നമുക്ക് അതിൻ്റെ അകത്തേക്ക് കോഡ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇവിടെ ഓൾറെഡി എല്ലാം സെറ്റാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ താഴെ കാണാം ഡാറ്റ സെൻഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ട്. അതായത് ക്ലൗഡിലേക്ക് ഡാറ്റ അയച്ചു കൊടുക്കുന്നതാണ് ഓരോ മൊമെൻറ്റിലും. അപ്പോൾ ആ ഒരു സംഭവം നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇനി നമ്മൾ ക്ലൗഡിലേക്ക് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ എൻഡ് പോയിൻ്റ് എടുത്തതിൻ്റെ അവിടെ തന്നെ നമുക്ക് താഴെ കാണാൻ പറ്റും MQTT ടെസ്റ്റ് ക്ലയൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സബ്സ്ക്രൈബ് ടു എ ടോപ്പിക് എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമുക്ക് നിലവിൽ ഡാറ്റ ഒന്നും റിസീവ് ആയിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു കോഡുമായിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു ESP32 ആയിട്ട് നമ്മൾ കണക്റ്റ് ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ കോഡിൽ തന്നെ നമുക്ക് നോക്കിയാൽ നേരത്തെ കാണാൻ പറ്റും. ഈ ഒരു വൈഫൈൻ്റെ ഡീറ്റെയിൽസിന് അണ്ടറിൽ നമ്മൾ വേറൊരു സംഭവം കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ടോപ്പിക്കിൻ്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പിക് എന്ന് പറയുന്നത് ESP32 സെൻസർ ഡാറ്റ എന്ന് പറഞ്ഞ പേരിലാണ് നമ്മൾ ടോപ്പിക് കൊടുത്തത്. അപ്പോൾ അതേ പേര് തന്നെ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ESP32 സെൻസർ ഡാറ്റ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഡാറ്റ നമുക്ക് റിസീവ് ആവാൻ തുടങ്ങും. ഇവിടെ കാണാം ഒരു ഡാറ്റ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം അടുത്ത ഡാറ്റ വരുമോ എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ സക്സസ്ഫുള്ളി സെറ്റപ്പ് ആണെങ്കിൽ നമുക്ക് ഡാറ്റ റിസീവ് ആവും. ഇവിടെ ഡാറ്റ റിസീവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ESP32 വെച്ചിട്ട് നമ്മളെ സെൻസറിലുള്ള ഡാറ്റ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് റൈറ്റ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഡാറ്റ എന്ന് വെച്ചാൽ ഈ ഒരു ഡാറ്റ നമുക്ക് വേണമെങ്കിൽ നമ്മളെ S3 ബക്കറ്റിലേക്കോ അല്ലെങ്കിൽ നമുക്ക് നമ്മളെ DynamoDB പോലത്തെ ഡാറ്റാബേസിലേക്ക് നമുക്ക് അതിൻ്റെ അകത്തേക്ക് മാറ്റാൻ പറ്റും. അതിനുള്ള ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മളെ IoT ഡിവൈസ് നമ്മളെ ക്ലൗഡ് സർവീസുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഒന്ന് ഫിഗർ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ESP32 റൂമിൻ്റെ നമുക്ക് റൈറ്റ് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ പിൻ 1 എന്ന് പറയുന്ന 3 വോൾട്ടിൻ്റെ സപ്ലൈ ആണ്. അതേപോലെ തന്നെ പിൻ 2 എന്ന് പറയുന്ന ഗ്രൗണ്ടാണ്. അതേപോലെ തന്നെ ഏറ്റവും ടോപ്പിൽ GPIO23 എന്ന് പറഞ്ഞാൽ ഈ 3 പോയിൻ്റാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു DTH11 എന്ന് പറഞ്ഞ സെൻസറിലേക്ക് നമ്മൾ ഈ VCCയിലേക്ക് നമ്മൾ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പവറാണ്. അതേപോലെ തന്നെ ഗ്രൗണ്ടിലേക്ക് നമ്മൾ കൊടുക്കുന്ന അപ്പുറത്തെ ESP32 ഗ്രൗണ്ട് കണക്ഷനാണ്. അതേപോലെ തന്നെ DOUട്ടിൻ്റെ അകത്താണ് നമ്മൾ ഈ ഒരു സംഭവം, അതായത് GPIO23 എന്ന് പറഞ്ഞ പോയിൻ്റ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. DOUട്ട് എന്ന് പറയുന്ന ഡാറ്റ ഔട്ട് എന്നാണ്. അതായത് നമ്മൾ ഇതിൻ്റെ അകത്ത് റീഡ് ചെയ്യുന്ന ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി ഡാറ്റ ESP32ലേക്ക് അയക്കുന്നത് ആ ഒരു പിന്ന് വഴിയാണ്. അപ്പോൾ ഇതാണ് നമ്മളൊരു ബേസിക് സ്ട്രക്ചർ വരുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മൾ IoT ഡിവൈസ് നമുക്ക് വേണമെങ്കിൽ ക്ലൗഡായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു എക്സാമ്പിളാണിത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.